ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മിയുടെ പുത്തൻ പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയും പ്രതാപനും ഒക്കെ കൂടിയിട്ട് മറുമരുന്ന് കണ്ടുപിടിച്ച് അതൊക്കെ വാങ്ങി ഡോക്ടർ അതൊക്കെ കൊടുത്തതിന് ശേഷം കരുണയുടെ ജീവനത തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിലും കരുണയാണെങ്കിൽ ഒന്നും വിശ്വസിക്കാനോ ഒന്നും ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പുകളിലൊന്നല്ല ഉള്ളത്. ഡോക്ടറാണെങ്കിൽ കരുണയോട് വന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ കുഞ്ഞൻ അബോട്ടായി പോയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കരുണയ്ക്ക് തീരെ പറ്റുന്നില്ല. കരുണ പറയുന്നുണ്ട്, മഹാലക്ഷ്മിക്ക് നേരെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യമൊക്കെ എനിക്ക് തന്നെയാണല്ലോ വന്നത്, എന്നെ രക്ഷിക്കാനോ എന്നെ സംരക്ഷിക്കാനോ എനിക്ക് ആരും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതാപനോടും മുത്തശ്ശീനോടും ഉണ്ണീനോടൊന്നും കരുണ ഒന്നും സംസാരിക്കുന്നില്ല. എന്തോ ഒരു ഭ്രാന്തീനെ പോലായ ഹോസ്പിറ്റലിൽ അല്ലറി വിളിച്ചുകൊണ്ടാണ് കരുണ ഉള്ളത്. ഡോക്ടേഴ്സിനും നഴ്സിനും ഒന്നും കരുണേനെ കൺട്രോൾ ചെയ്യാനോ കരുണേനെ അടക്കിയിരുത്താനോ പറ്റാത്തതുകൊണ്ട് തന്നെ അവർ ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് കരുണേനെ ഒന്ന് മയക്കി കിടത്തിയിട്ടുള്ളത്. എന്നിട്ട് പുറത്ത് വന്നിട്ട് പ്രതാപനോടും മുത്തശ്ശീനോടും ഉണ്ണീനോടൊക്കെ പറയുന്നുണ്ട്, എന്തായാലും ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല, അവൾ എന്തായാലും ഇത് അക്സെപ്റ്റ് ചെയ്യാനോ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയെന്നോ അബോട്ടായി പോയെന്നുള്ള കാര്യം സ്വീകരിക്കാനൊന്നും തയ്യാറില്ല. ആ കുട്ടിയുടെ മനോനില വളരെ മോശാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. തന്നെ സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെയാണ് തന്നെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചിട്ടുള്ളതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും തൽക്കാലം ഒരു സഡേഷൻ കൊടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ടാണെങ്കിൽ പ്രതാപന് ഭയങ്കരമായിട്ട് കലി തുള്ളുന്നുണ്ട്. അങ്ങനെ തന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ട് ആ ദേഷ്യം മുഴുവൻ തീർക്കുന്ന മോഹിനീൻ്റെ അടുത്താണ്. കാരണം മഹാലക്ഷ്മിക്ക് അവരൊരുക്കിയ പണിയാണല്ലോ ഇപ്പോൾ കരുണമൊക്കെയായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ദേഷ്യമൊക്കെ മോഹിനിയോട് തീർക്കുന്ന സമയത്ത് പ്രതാപനാണെങ്കിൽ മഹാലക്ഷ്മിനെ കാണുന്നുണ്ട്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ അമ്മേനെയാണ് തൊട്ടുപോകരുത്, എൻ്റെ അമ്മയുടെ മേലൊരു കൈ തൻ്റെ പതിയത്, താൻ എന്നെ കൊല്ലാനും എന്നെ ഇല്ലാതാക്കാനും വേണ്ടി ചെയ്തതല്ലേ ഇതൊക്കെ, അല്ലാണ്ട് നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെയ്തോന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പ്രതാപനോട് പറയുന്നുണ്ട്. എൻ്റെ ചെറുപ്പം മുതൽ താനും തൻ്റെ അമ്മയും തൻ്റെ മക്കളൊക്കെ എന്നെ ഇല്ലാതാക്കാൻ, എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി സന്തോഷമായി ജീവിക്കാനും എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമല്ലേ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ. എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ, എൻ്റെ വിഷമങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൂടാണ് പറയുന്നുണ്ട്, ഞാൻ ഇതങ്ങനെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ താനിതേ ഇല്ലാണ്ടാവും, തൻ്റെ അമ്മയും തൻ്റെ മകളും എല്ലാവരും അകത്ത് പോകും, അത് ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മി പറയുന്നു. ഞാൻ ചോദിക്കാനും പറയാനും തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിത് പല ചോദ്യത്തിനും ഉത്തരം എന്നോട് പറയേണ്ടി വരും, വെറുതെ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണ്ട. ഇപ്പം തൽക്കാലം കരുണയുടെ അടുത്ത് പോയിട്ട് അവളെ ആശ്വസിപ്പിക്കുക, അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് അവളെ ആശ്വസിപ്പിച്ച് അവളുടെ കൂടെ നിൽക്കുക, അല്ലാണ്ട് എൻ്റെ അമ്മേൻ്റെ മെക്കിട്ട് കയറാനായിട്ട് നിങ്ങളിനി ഇങ്ങോട്ടേക്ക് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മഹാലക്ഷ്മി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടാണെങ്കിൽ പ്രതാപനൊന്നും തിരിച്ച് പറയുന്നില്ല. കാരണം പ്രതാപനം നല്ലപോലെ അറിയാം പ്രതാപൻ്റെ ഭാഗത്താണ് എല്ലാ തെറ്റുകളും ഉള്ളതെന്ന്. പ്രതാപൻ മോഹിനിയോടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെയാണ് പ്രതാപൻ നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കരുണാലയത്തിൽ നമുക്ക് പ്രതാപൻ്റെയും മഹാലക്ഷ്മിയുടെ യുദ്ധങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതുവരെയാണത് പ്രമോ റിവ്യൂ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.